Hello everyone, welcome back once again to my channel. In this video, I will discuss how to insert images into an HTML web page. So before I have already discussed how to set an image as a background of an HTML web page, but this is different from that. Here we are actually trying to insert an image into an HTML page rather than setting the background. Okay, so let us see how an image can be inserted. To insert an image we have the img tag. അപ്പോൾ image insert ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന tag ആണ് img tag. So the general form of img tag is img src is equal to url of the image. So img tag ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. src എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. src എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യേണ്ടത്. അതായത് എൻ്റെ ഇമേജിൻ്റെ പേര് file1 എന്നാണെന്നുണ്ടെങ്കിൽ ആ file1 എന്നുള്ള ഒരു ഇമേജ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ file1 എന്നുള്ള ഒരു നെയിം ആണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത് URL ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ URL ഇൻക്ലൂഡ്സ് വാട്ട്, ഫയൽ നെയിം. അപ്പോൾ URL എന്ന് പറയുന്നത് മേ ബി ഇറ്റ് വിൽ ബി ദ പാത്ത് ഓഫ് ദ ഇമേജ്, എവിടെയാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ആ ഒരു ഇമേജ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ദ URL ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ ഇമേജ്, എവിടെയാണ് ആക്ച്വലി ആ ഇമേജ് ഉള്ളത്. അതാണ് ഈ ഒരു സെക്ഷനിൽ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് src എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് ഇമേജിൻ്റെ URL ആണ്. ഓക്കെ, ഇനി img ഈസ് ആൻ empty ടാഗ്. empty ടാഗ് ആണ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ closing tag. src attribute. src is the attribute that is used to specify the file name of the image to be inserted. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജിൻ്റെ ഫയൽ നെയിം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് src attribute. ഓക്കെ, സോ JPEG, PNG, GIF, this kind of images can be inserted into an HTML web page. ഒരു HTML web പേജിലേക്ക് ഏത് ടൈപ്പ് ഇമേജ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ബട്ട് only one condition, the correct file name should be specified along with the extension. നമ്മളിപ്പം ഫയൽ നെയിം, എൻ്റെ ഫയൽ നെയിം file1 എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഫോർമാറ്റിലാണ്, JPEG ഫോർമാറ്റിലാണെങ്കിൽ .jpg എന്നുള്ള ഒരു എന്ത് ചെയ്യണം, ഫയൽ നെയിം എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. വിത്ത് എക്സ്റ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇമേജ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ വർക്കിംഗ് ഡയറക്ടറി. നമ്മൾ ഏത് ഡയറക്ടറിയിലാണ് നമ്മളുടെ വെബ് പേജ് സേവ് ചെയ്യുന്നത്, ആ ഡയറക്ടറിയിൽ തന്നെ എന്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഫോൾഡറിൽ തന്നെ എന്തുണ്ടായിരിക്കണം, ഇമേജും നമ്മൾ സേവ് ചെയ്തിരിക്കണം. ഇമേജ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി, അതർവൈസ് ദ പാത്ത് ഓർ ദ URL മസ്റ്റ് ബി സ്പെസിഫൈഡ്. ഇനി നമ്മൾ കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിൽ ആ ഇമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ പാത്ത് അല്ലെങ്കിൽ URL ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, so other attributes of img tag ആണ്. Already I have discussed one attribute of img tag, that is src. src is used to provide the name of the file. നമ്മൾ ഏത് ഫയലാണ് അല്ലെങ്കിൽ ഏത് ഇമേജ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത് ആ നെയിം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് src ഉപയോഗിക്കുന്നത്. ഇനി വേറെയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ദാറ്റ് ഈസ് വിഡ്ത്ത്, ഹൈറ്റ്, v space, h space, align, border and alt. ഓക്കെ, സോ ദീസ് ആർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് img ടാഗ്. അപ്പോൾ img ടാഗിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ്, ഇമേജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് അഡീഷണലി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടാഗുകളാണ് ഇത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വിഡ്ത്ത് ആട്രിബ്യൂട്ട്, കുറച്ച് ആട്രിബ്യൂട്ടുകളാണ് ഇത്രയും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ദ വിഡ്ത്ത് ആട്രിബ്യൂട്ട്. വിഡ്ത്ത് ആട്രിബ്യൂട്ട് എന്താണ്, ടു സ്പെസിഫൈ ദ വിഡ്ത്ത് ഓഫ് ദ ഇമേജ്, അല്ലേ, നമ്മുടെ ഇമേജിൻ്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എത്രയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിഡ്ത്ത് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഒറിജിനൽ ഇമേജിൻ്റെ വിഡ്ത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഇമേജ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഡ്ത്ത് ആട്രിബ്യൂട്ട്. ഇനി വിഡ്ത്ത് ആട്രിബ്യൂട്ടിന് വാല്യൂസ് നമ്മൾ മുന്നേ യൂസ് ചെയ്ത പോലെ തന്നെ പിക്സൽസിലും കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയും കൊടുക്കാം, പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ സൈസ്, ഇമേജിൻ്റെ ആക്ച്വൽ സൈസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. അതായത് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ ആയിട്ട് 30% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ ഇമേജ് വിഡ്ത്തിൻ്റെ 30% ആയിരിക്കും എന്ത് ചെയ്യുക, വിഡ്ത്തായിട്ട് സെറ്റ് ചെയ്യുക. സോ വിഡ്ത്ത് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ ഇമേജ്.
അപ്പോൾ ഹൈറ്റ് ആട്രിബ്യൂട്ട് എന്തിനാണ്? ഹൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഇമേജിൻ്റെ ഹൈറ്റിലായിരിക്കും എന്ത് ചെയ്യുക? ഇമേജ് ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഇതിൻ്റെ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം? പിക്സൽസിലും പെർസെൻറ്റേജ് ഓഫ് ആക്ച്വൽ ഹൈറ്റിലും എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അടുത്തതാണ് വി സ്പേസ്. വി സ്പേസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് വെർട്ടിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ ഇമേജസ്. രണ്ട് ഇമേജുകൾ ഇടയിലുള്ള വെർട്ടിക്കൽ സ്പേസിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിപ്പോൾ ഒരു ഇമേജ് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേറൊരു ഇമേജും കൊടുത്തിട്ടുണ്ട്, രണ്ട് ഇമേജ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ വേറൊരു ഇമേജ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഇമേജ് ഇവിടെ ഉണ്ട്, വേറൊരു ഇമേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതും തമ്മിലുള്ള ഇടയിലുള്ള വെർട്ടിക്കൽ സ്പേസിംഗ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി സ്പേസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് പിക്സൽസിൽ എന്ത് ചെയ്യാം? വാല്യൂസ് കൊടുക്കാം. അടുത്തതാണ് എച്ച് സ്പേസ്. രണ്ട് ഇമേജസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് സ്പേസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ട്, ഇവിടെ വേറൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എച്ച് സ്പേസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ആൾട്ടർനേറ്റ് ടെക്സ്റ്റ്, ആൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്. ആൾട്ട് എന്തിനാണ്? ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഇൻ കേസ് ഇമേജ് കനോട്ട് ബി ലോഡഡ്. നമ്മുടെ ഇമേജ് ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് എന്ത് ചെയ്യുക? ആൾട്ട് എന്നുള്ള ഒരു സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ചില കേസിൽ നമ്മൾ ഇമേജ് വർക്കിംഗ് ഫോൾഡറിൽ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻ പർട്ടിക്കുലർ സിറ്റുവേഷൻ ആ ഒരു ഇമേജ് ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കേസിൽ ആൾട്ടർനേറ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു ടെക്സ്റ്റാണ് ആൾട്ട് എന്നുള്ളൊരു സെക്ഷനിൽ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? IMG ആട്രിബ്യൂട്ട്. IMG ഇത്രയും പഠിച്ച ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. IMG ടാഗ് ഞാൻ യൂസ് ചെയ്തു. SRC വെച്ചിട്ട് എന്ത് ചെയ്യാണ്? SRC ആട്രിബ്യൂട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഫയൽ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ SRC ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് ഫയൽ നെയിം കൊടുക്കുകയാണ്. ഫയൽ നെയിം എന്താണ്? file1 എന്നാണ് എൻ്റെ ഫയൽ നെയിം. അതിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ത്? JPJ. അപ്പോൾ .jpj വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫയൽ നെയിം കൊടുക്കുക. ഇനി എൻ്റെ ഫയൽ PNG ഫോർമാറ്റിലാണെങ്കിൽ file1.png എന്നുള്ളത് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 70 പിക്സൽസ് ആണ്. അതിൻ്റെ വിഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 90 ആണ്. അതിൻ്റെ വെർട്ടിക്കൽ സ്പേസ് എത്രയാണ്? 10 പിക്സൽ ആണ്. അതിൻ്റെ ഹൊറിസോണ്ടൽ സ്പേസ് എത്രയാണ്? 10 പിക്സൽ ആണ്. ഇനി ആൾട്ടർനേറ്റ് ആയിട്ട് ഈ കൊടുക്കേണ്ടത് എന്താണ്? ഒരു ടെക്സ്റ്റാണ് ഇമേജ് ഓഫ് ബട്ടർഫ്ലൈ. അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബട്ടർഫ്ലൈൻ്റെ ഇമേജ് ആണ് എന്നുള്ള ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റാണ് ആൾട്ട് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇത്രയും ആട്രിബ്യൂട്ട് നമ്മൾ ഒരു IMG ടാഗിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു ഇമേജ് ഒരു വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഹിയർ ഐ ആം ട്രൈങ് ടു ഇൻസേർട്ട് ആൻ ഇമേജ്. ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ് പേജ് ഞാൻ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സേവ് ആസ് ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ ദർ ഈസ് എ ഫോൾഡർ വെബ് പേജസ്. അപ്പോൾ വെബ് പേജസ് എന്നുള്ളൊരു ഫോൾഡറിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അതിൻ്റെ പേര് oneimages.html. ഞാൻ സേവ് ചെയ്യാണ്. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം ഇൻ ദിസ് സെക്ഷൻ ഞാനിവിടെ ബോഡി സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെബ് പേജിന് ഹെഡ് ടൈറ്റിലായിട്ട് ഇമേജസ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബോഡി സെക്ഷനിൽ ഞാൻ ഇമേജസ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുകയാണ്. H1 ടാഗ് യൂസ് ചെയ്തിട്ട് ഹെഡിങ് കൊടുക്കുകയാണ്, ഇൻസേർട്ടിങ് ഇമേജസ്. സോ ഐ എം ഗിവിങ് ദാറ്റ് ഹെഡിങ് ആൻഡ് H1 ടാഗ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഞാൻ ഈ ഒരു ഹെഡിങ് ഞാൻ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി H1 അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി അലൈൻഡ് ടു സെൻറ്റർ. സോ ഈ ഒരു വെബ് പേജ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വെബ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് വെബ് പേജ്. ഇതാണ് എൻ്റെ വെബ് പേജ്. ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. സോ ഇൻസേർട്ടിങ് ഇമേജസ് എന്നുള്ളൊരു ഹെഡിങ് ആണ് അവിടെ വന്നത്. ഇനി എന്ത് ചെയ്യണം? ഇമേജസ് ഇൻസേർട്ട് ചെയ്യണം. നൗ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഇൻസേർട്ടിങ് ഇമേജസ്. സോ ടു ഇൻസേർട്ട് ഇമേജസ്, അപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് ഇതാണ്. ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഇമേജാണ്. ഈ ഒരു ഇമേജാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇമേജ്
ഇമേജിൻ്റെ ഫയൽ എന്താണോ, അപ്പോൾ ഞാൻ ഫയൽ 1 എന്നാണ് ഈ ഇമേജിന് പേര് കൊടുത്തിരിക്കുന്നത്, ഫയൽ 1. അപ്പോൾ ആ ഫയൽ എവിടെ ഉണ്ടായിരിക്കണം? നമ്മളെ വർക്കിംഗ് ഡയറക്ടറിയിൽ ഉണ്ടായിരിക്കണം. വർക്കിംഗ് ഡയറക്ടറി ഏതാണ്? ഡെസ്ക്ടോപ്പിലെ വെബ് പേജസ് എന്നുള്ളൊരു ഡയറക്ടറിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിലാണ് ഞാൻ എല്ലാം സേവ് ചെയ്യുന്നത്. ഇവിടെയാണ് വെബ് പേജ് സേവ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ എന്തുണ്ടായിരിക്കണം? നമ്മുടെ ഇമേജും ഉണ്ടായിരിക്കണം. അതാണ് വർക്കിംഗ് ഡയറക്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിനി ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. സോ ഐ എം യൂസിങ് ദ ടാഗ് img src is equal to src is equal to എന്താണ്? ഇമേജിൻ്റെ src ഏതാണ്? ഫയൽ 1 എന്നാണ് ഇമേജിൻ്റെ പേര്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് .jpg. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇമേജ് src വെച്ചിട്ട് എന്ത് ചെയ്തു? ആ ഇമേജ് കൊടുത്തു. അപ്പോൾ ഞാനിത് സേവ് ചെയ്തു, Ctrl+S സേവ് ചെയ്തു. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്താൽ ഐ ക്യാൻ സീ ദ ചേഞ്ച്. സോ ആ ഒരു ഇമേജ് ഇവിടെ എന്ത് ചെയ്തു? വന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് നമുക്ക് എന്ത് ആവശ്യമുള്ളത്? ഹൈറ്റ്, വിഡ്ത്ത് പോലെയുള്ള ആട്രിബ്യൂട്ട്സ് ആവശ്യമുള്ളത്. ആക്ച്വൽ ഇമേജിൻ്റെ ഹൈറ്റിലാണ്, വിഡ്ത്തിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ വി ഹാവ് ടു സെറ്റ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഇമേജ്. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആട്രിബ്യൂട്ട്. അപ്പോൾ ഞാൻ ഇതിനൊരു ഹൈറ്റ് കൊടുക്കാൻ പോവാണ്. height is equal to I am giving it as 70 pixels, and width is equal to I am giving it as 80 pixels. അപ്പോൾ ഇവിടെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ പെർസെൻറ്റേജിൽ കൊടുക്കാം. 80% കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ച്വൽ ഇമേജിൻ്റെ വിഡ്ത്തിൻ്റെ 80% എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ 80 എന്ന് കൊടുക്കുകയാണ്. പിക്സൽസിലാണ് വാല്യൂ കൊടുക്കുന്നത്. ആ ഒരു വെബ് പേജ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ചേഞ്ച് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇമേജ്. അപ്പോൾ ഇമേജ് എന്ത് ചെയ്തു? 70 പിക്സൽസിലും 80 പിക്സൽസിലും ആയിട്ട് ഹൈറ്റ് വിഡ്ത്തായിട്ട് എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. ഇനിയുള്ള വേറൊരു ആട്രിബ്യൂട്ടാണ്, നമ്മൾ പഠിച്ച വേറൊരു ആട്രിബ്യൂട്ടാണ് വി സ്പേസ്, എച്ച് സ്പേസ്. അതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആൾട്ട് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് പറയാണ്. ആൾട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ബട്ടർഫ്ലൈ, ഇമേജ് ഓഫ് എ ബട്ടർഫ്ലൈ. എന്തിനാണ് ആൾട്ട് യൂസ് ചെയ്യുന്നത്? ഇൻ കേസ് നമ്മളെ ഫയൽ ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാണിക്കേണ്ട ഒരു ടെക്സ്റ്റാണ് ഈ ആൾട്ട് സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? ആൾട്ട് സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ HTML ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു സംഭവം കാണിക്കുന്നത്. ഇപ്പം ഞാനത് നോക്കിക്കഴിഞ്ഞാൽ നോ ചേഞ്ച്, കാരണം നമ്മുടെ ഇമേജിന് ഇപ്പം ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കാണിക്കേണ്ട ടെക്സ്റ്റാണ് ആൾട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ലോഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഫയൽ മാറ്റുകയാണ്. ഇതിൻ്റെ ഫയൽ നെയിമായിട്ട് ഫയൽ 2 എന്നാക്കുകയാണ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ഡയറക്ടറിയിലുള്ള ഫയൽ നെയിം ഫയൽ 2 എന്നാണ്. ഇനി ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിം ഫയൽ 1 എന്നാണ്. അപ്പോൾ ഫയൽ 1 എന്നുള്ളൊരു പേരിലുള്ളൊരു ഫയൽ എന്തില്ല? വർക്കിംഗ് ഡയറക്ടറി ഇല്ല. അപ്പോൾ ഞാനിത് സേവ് ചെയ്യാണ്. അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ നോക്കുകയാണ് റീലോഡിങ്. അപ്പോൾ എന്ത് ചെയ്യില്ല? വി കനോട്ട് ലോഡ് ദിസ് ഇമേജ്. ഇല്ല, ഈ ഒരു ഇമേജ് ലോഡ് ആവുന്നില്ല. ലോഡ് ആവാത്ത കേസിൽ നമുക്ക് കാണിക്കുന്ന ഒരു ടെക്സ്റ്റാണ് എന്ത്? ഇമേജ് ഓഫ് ബട്ടർഫ്ലൈ. എന്തുകൊണ്ടാണ് ലോഡ് ആവാത്തത്? വർക്കിംഗ് ഡയറക്ടറിയിലുള്ളത് എന്താണ്? ഫയൽ 2 ആണ്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫയൽ 1 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ഐ വാണ്ട് ടു ഇൻസേർട്ട് അനദർ ഇമേജ്. അപ്പോൾ ഞാൻ വേറൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സെയിം കോഡ് തന്നെ ഇവിടെ കോപ്പി ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫയൽ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. വർക്കിംഗ് ഡയറക്ടറിയിൽ ഇതിൻ്റെ പേര് ഫയൽ 1 എന്നാക്കി സെറ്റ് ചെയ്തു. സോ ദിസ് ഇസ് ഫയൽ 1. നൗ കമ്മിങ് ഹിയർ, ഇവിടെ ഞാൻ 2 ഇമേജസ് ആണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? 2 സെയിം കോഡ് ഞാൻ വീണ്ടും റീടൈപ്പ് ചെയ്യാണ്. അപ്പോൾ 2 ഇമേജസ് എന്ത് ചെയ്യണം? വരണം. Here you can see there will be 2 images. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇമേജുകളുടെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? എച്ച് സ്പേസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഐ ആം യൂസിങ് ഹിയർ ഇവിടെ എച്ച് സ്പേസ് ഈസ് ഈക്വൽ ടു 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്യാണ്? എച്ച് സ്പേസ് ഈസ് ഈക്വൽ ടു എച്ച് സ്പേസ് ഈസ് ഈക്വൽ ടു 30 കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെയും എച്ച് സ്പേസ് ഈസ് ഈക്വൽ ടു 30 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഹൊറിസോണ്ടൽ സ്പേസ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. രണ്ട് ഇമേജസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പേസ്. സോ ഇതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ സ്പേസ് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഓക്കെ, താഴെ ഇമേജസ് വരുമ്പോഴാണ് വെർട്ടിക്കൽ സ്പേസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെറ്റ് ചെയ്യേണ്ടത്. സോ
ടു സെറ്റ് ദ വെർട്ടിക്കൽ സ്പേസ് ഞാൻ താഴെ എന്ത് ചെയ്യാണ്, ഇമേജസിനെ ഇൻസേർട്ട് ചെയ്യാണ്. സോ അതിനു വേണ്ടി ഞാൻ വീണ്ടും രണ്ട് ഇമേജസും കൂടെ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ആ സെയിം കോഡ് പേസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും, രണ്ട് ഇമേജസ് എന്ത് ചെയ്യും, വീണ്ടും രണ്ട് ഇമേജസും കൂടെ ഇൻസേർട്ട് ചെയ്യും. സോ ആസ് യു ക്യാൻ സി ഹിയർ ദർ ഇസ് 4 ഇമേജ്. അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇമേജിനെ നെക്സ്റ്റ് ലൈനിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു? ഐ ഷുഡ് യൂസ് ദ BR ടാഗ് അല്ലേ. ഈ രണ്ട് ഇമേജസ് കഴിഞ്ഞിട്ട് വരുന്ന ഇത് രണ്ടെണ്ണം നെക്സ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, BR ടാഗ് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ BR ടാഗ് യൂസ് ചെയ്യും? ഇതാണ് രണ്ടാമത്തെ ഇമേജിൻ്റെ കോഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു BR എന്നുള്ളൊരു ടാഗ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് ഇമേജസ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വെർട്ടിക്കലി ഈ രണ്ട് ഇമേജസ് അടുത്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് VSpace എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4 എണ്ണത്തിലും എന്ത് ചെയ്യാണ്, VSpace എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഇമേജ് സെറ്റ് ചെയ്യാണ്. VSpace = 20. അപ്പോൾ ഞാൻ ഒന്നിൽ മാത്രം കൊടുക്കുമ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചേഞ്ച് എന്താണെന്നുള്ളത് VSpace. അപ്പോൾ ഇതിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, വെർട്ടിക്കൽ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. സോ എല്ലാത്തിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, നല്ലൊരു അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എല്ലാത്തിലും ഞാൻ VSpace സെറ്റ് ചെയ്യാണ്. VSpace ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ ഹൊറിസോണ്ടൽ സ്പേസ് ഓഫ് ഇമേജസ്. ഇമേജസിൻ്റെ ഹൊറിസോണ്ടൽ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, എല്ലാം അലൈൻഡ് ആയിട്ട് വന്നു. അപ്പോൾ അതാണ് ഇത്രയും പഠിച്ച, അതായത് ഇതാണ് ഈ 4 ആട്രിബ്യൂട്ട്സിൻ്റെ യൂസേജ് ആണ്. അതായത് വിഡ്ത്ത്, ഹൈറ്റ്, VSpace, Hspace, alt. ഇനി ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എന്താണ് അലൈൻ, എന്താണ് ബോർഡർ, എന്താണ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. So that's all in this video. Thank you.